സീറ്റെയിൻ നമ്പർ ഏത് തരം ഇന്ധനവുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്? സീറ്റെയിൻ നമ്പർ ഏത് തരം ഇന്ധനവുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡീസലുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ് കേട്ടോ. സീറ്റെയിൻ നമ്പർ ഏത് തരം ഇന്ധനവുമായി ബന്ധപ്പെട്ട് പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡീസലുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതായത് ഈ സീറ്റെയിൻ നമ്പർ, ഒക്ടെയിൻ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ധനത്തിന്റെ, വാഹനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനത്തിന്റെ ക്വാളിറ്റിയെ കുറിക്കുന്ന ടേമുകളാണെന്ന് ഓർത്തിരിക്കുക. അതിനകത്ത് നമുക്ക് PSC പരീക്ഷയ്ക്ക് മാറി മാറി ചോദിക്കുന്ന സീറ്റെയിൻ നമ്പറും ഒക്ടെയിൻ നമ്പറും ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്ന് കേട്ടോ. അപ്പൊ സീറ്റെയിൻ നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീസലുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്ന് ഓർത്തിരിക്കുക. സീറ്റെയിൻ നമ്പർ എന്ന് വെച്ചാൽ ഡീസലുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി വേറെ ഓർമ്മയുണ്ട്, ഒക്ടെയിൻ നമ്പർ. ഒക്ടെയിൻ നമ്പർ, OCTAIN, ഒക്ടെയിൻ നമ്പർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത് പെട്രോളുമായി ബന്ധപ്പെട്ട് കേട്ടോ. പെട്രോളുമായി ബന്ധപ്പെട്ട്. പെട്രോളിന്റെ മറ്റൊരു പേരാണ് ഗ്യാസോലിൻ കേട്ടോ. ഗ്യാസോലിൻ എന്ന് കേട്ടാൽ ഇത് പെട്രോൾ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഒക്ടെയിൻ നമ്പർ പെട്രോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതും സീറ്റെയിൻ നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീസലുമായി ബന്ധപ്പെട്ടതുമാണെന്നൊന്ന് ഓർത്തിരുന്നേക്കുക കേട്ടോ. ഇനി 4 സിലിണ്ടർ ഉള്ള ഡീസൽ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ അല്ലെ. ഫയറിംഗ് ഓർഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ സിലിണ്ടറുകൾ ഞാൻ നിങ്ങൾക്കൊരു പടം കാണിച്ചു തരാം. ഇതാണ് ഒരു സിലിണ്ടർ എന്ന് പറയുന്ന സംഭവം കേട്ടോ. ഇത് 4 സിലിണ്ടർ ഉള്ള ഒരു എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ. ഇതിനകത്ത് ഇതിപ്പം ഒരു സിലിണ്ടറിന്റെ 4 പാർട്ടുകളാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു സിലിണ്ടർ തന്നെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. 4 സിലിണ്ടർ അല്ല, ഒരു സിലിണ്ടർ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഓരോ സിലിണ്ടറിനും ഇതുപോലെ തന്നെ ഒരു 3 സെറ്റും കൂടെ, ഇതുപോലെ തന്നെ ഒരു 3 സെറ്റും കൂടെ ഉണ്ടെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഒരു 4 സിലിണ്ടർ എഞ്ചിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 സിലിണ്ടർ ഉണ്ടാവും അല്ലേ. ഒരു 4 സിലിണ്ടർ എഞ്ചിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 സിലിണ്ടർ ഉണ്ടാവുമെന്നിരിക്കുക, ഓർത്തിരിക്കുക. ആ 4 സിലിണ്ടറിൽ ഒരു സിലിണ്ടറാണ് ഈ കാണിച്ചിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഒരു സിലിണ്ടറിന്റെ 4 സ്ട്രോക്കുകളാണ് ഈ കാണിച്ചിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. മനസ്സിലായല്ലോ അല്ലേ? ഒരു 4 സിലിണ്ടർ ഉള്ള ഒരു ഡീസൽ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫയറിംഗ് ഓർഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ 1, 3, 4, 2 ആണ് കേട്ടോ. 1, 3, 4, 2 ഇത് ഫയറിംഗ് ഓർഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് സിലിണ്ടറിലെ ആദ്യം ജ്വലനം നടക്കണം എന്നുള്ളതാണ് ഫയറിംഗ് ഓർഡർ എന്ന് തീരുമാനിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ പറയുകയാണെങ്കിൽ ഇതിനകത്ത് 1, 3, 4, 2 എന്നുള്ള രീതിയിലാണ് ജ്വലനം നടക്കുക കേട്ടോ. അതായത് 4 സിലിണ്ടർ ഉള്ളതിൽ ആദ്യമേ ഫയറിംഗ് നടക്കുന്നത് 1ാമത്തെ സിലിണ്ടറിൽ, അതിനുശേഷം ഫയറിംഗ് നടക്കുന്നത് 3ാമത്തെ സിലിണ്ടറിൽ, അതിനുശേഷം ഫയറിംഗ് നടക്കുന്നത് 4ാമത്തെ സിലിണ്ടറിൽ, അതിനുശേഷം ഫയറിംഗ് നടക്കുന്നത് 2ാമത്തെ സിലിണ്ടറിൽ. ഓക്കെ, ഇനി ഇതിൽ 1ാമത്തെ സിലിണ്ടറിന്റെ 4 സ്ട്രോക്കുകളാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 സ്ട്രോക്കിൽ ഒരു പവർ സ്ട്രോക്ക് ഉൽപ്പാദിപ്പിക്കുന്ന എഞ്ചിനുകളെയാണ് 4 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത് കേട്ടോ. അത് മറ്റൊരു രീതിയിലും പറയാം. ഈ കാണുന്നതാണ് ക്രാങ്ക് ഷാഫ്റ്റ്. ക്രാങ്ക് ഷാഫ്റ്റിന്റെ 2 ഫുൾ കറക്കത്തിൽ ഒരു പവർ സ്ട്രോക്ക് ഉൽപ്പാദിപ്പിക്കുന്ന എഞ്ചിനുകളെയും എന്താണെന്നാണ് പറയുന്നത്? 4 സ്ട്രോക്ക് എഞ്ചിൻ എന്നാണ് പറയുന്നത്. നിങ്ങൾ ആദ്യം പഠിക്കുന്നവർ മനസ്സിലായില്ലെങ്കിൽ വിഷമിക്കേണ്ട. നമ്മൾ വാഹനം എന്ന് പറയുന്ന ഭാഗത്ത്, എഞ്ചിൻ എന്ന് പറയുന്ന ഭാഗത്ത് ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി പഠിക്കും. ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ ഒന്ന് കേട്ടിരുന്നാൽ മതി. ഓക്കെ, ഇപ്പം 4 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിസ്റ്റണിന്റെ 4 ചലനത്തിൽ ഒരു പവർ ഉൽപ്പാദിപ്പിക്കുന്ന എഞ്ചിനുകളെയാണ് 4 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അതിൻ്റെ അകത്ത് പിസ്റ്റണിന്റെ 4 സ്ട്രോക്കുകളെ എന്തൊക്കെയാണ് പറയുന്നതെന്ന്. 1ാമത്തെ സ്ട്രോക്കാണ് ഇൻടേക്ക് സ്ട്രോക്ക്. ഈ ഒരു സ്ട്രോക്കിന് മറ്റൊരു പേരും കൂടിയുണ്ട്, സക്ഷൻ സ്ട്രോക്ക് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്ട്രോക്ക് എന്ന് വെച്ചാൽ ഇൻടേക്ക് സ്ട്രോക്ക് എന്നാണ്. ഇൻടേക്ക് സ്ട്രോക്കിന്റെ മറ്റൊരു പേരാണ് സക്ഷൻ സ്ട്രോക്ക് എന്നുള്ളത്. സെക്കൻഡ് സ്ട്രോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്രഷൻ സ്ട്രോക്ക് എന്നുള്ളതാണ്. തേർഡ് സ്ട്രോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ സ്ട്രോക്ക് എന്നുള്ളതാണ്. 4th സ്ട്രോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സോസ്റ്റ് സ്ട്രോക്ക് എന്നുള്ളതാണ് കേട്ടോ. അപ്പം പിസ്റ്റണിന്റെ 1ാമത്തെ സ്ട്രോക്ക് എന്നുള്ളത് ഇത് ഇൻടേക്ക് വാൽവ്, ഇത് എക്സോസ്റ്റ് വാൽവ്. 2 വാൽവുകളാണുള്ളത്. സാധാരണഗതിയിൽ 2 വാൽവ്, 2ൽ കൂടുതൽ വാൽവുകളൊക്കെ ഉണ്ട് ആധുനിക വാഹനങ്ങൾക്ക്. സാധാരണഗതിയിൽ നമ്മൾ പഠിക്കുമ്പോൾ ഒരു പിസ്റ്റന് 2 വാൽവ് എന്ന് ഓർത്തിരിക്കുക. ഇൻടേക്ക് വാൽവും എക്സോസ്റ്റ് വാൽവും. ഇവിടെ വരുന്ന PSCക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇൻടേക്ക് വാൽവ് ആണോ വലുത്, എക്സോസ്റ്റ് വാൽവ് ആണോ വലുത്? എപ്പോഴും ഇൻടേക്ക് വാൽവ്
ഇൻടേക്ക് വാൽവ് ആയിരിക്കും വലുത് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. എക്സോസ്റ്റ് വാൽവ് ചെറുതായിരിക്കും അല്ലേ, എക്സോസ്റ്റ് വാൽവിനെ അപേക്ഷിച്ച് ഇൻടേക്ക് വാൽവ് ആയിരിക്കും വലുത്, ഒരു പോയിന്റ് ആണ്. പിന്നെ എത്ര സ്ട്രോക്ക് ഉണ്ട്? 4 സ്ട്രോക്ക്. 4 സ്ട്രോക്കിൽ ഒരു പവർ ഉൽപ്പാദിപ്പിക്കുന്ന എഞ്ചിനാണ് 4 സ്ട്രോക്ക് എഞ്ചിൻ. ഫസ്റ്റ് സ്ട്രോക്ക് ഇൻടേക്ക് സ്ട്രോക്കിൽ അല്ലെങ്കിൽ സക്ഷൻ സ്ട്രോക്കിൽ പുറത്തു നിന്നും, ഇപ്പോൾ ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ എന്താണ് ചെയ്യുക? ഡീസൽ എഞ്ചിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയറിനെ ആയിരിക്കും വലിച്ചെടുക്കുക അല്ലെ, എയറിനെ മാത്രമായിരിക്കും വലിച്ചെടുക്കുക. അപ്പൊ എയറിനെ പുറത്തുനിന്ന് വലിച്ചെടുക്കുന്നു. അപ്പം എന്ത് ചെയ്തു? ഈ ക്രാങ്ക് ഷാഫ്റ്റ് ആണ് നട്ടെല്ല് എന്നറിയപ്പെടുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ ആണ്, വാഹനത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ക്രാങ്ക് ഷാഫ്റ്റ് ആണെന്ന് ഓർത്തിരിക്കുക. ഈ ക്രാങ്ക് ഷാഫ്റ്റ് എത്ര? 180 ഡിഗ്രി കറങ്ങി അല്ലെ, 180 ഡിഗ്രി കറങ്ങി ഇവിടെ എത്തിയപ്പം സക്ഷൻ സ്ട്രോക്ക് അല്ലെങ്കിൽ ഇൻടേക്ക് സ്ട്രോക്ക് പൂർത്തിയായി. ഇനി രണ്ടാമത് ഇങ്ങനെ കറങ്ങി ഇനി മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഇവിടെയാണ് കംപ്രഷൻ സ്ട്രോക്ക്. വലിച്ചെടുത്ത വായുവിനെ ഇവിടെ കൊണ്ടുവന്ന് കംപ്രസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എനിക്ക് ഓർമ്മ കിട്ടുന്ന ടേമുകളെല്ലാം ഞാൻ പറയുകയാണെ. ഇവിടെ എന്ന് പറയുന്നത് TDC എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ എന്ന് പറയുന്നത് BDC അല്ലെ, ടോപ്പ് ഡെഡ് സെന്റർ എന്നും ബോട്ടം BDC ബോട്ടം ഡെഡ് സെന്റർ എന്നുമാണ് പറയുന്നത് കേട്ടോ. TDCക്കും BDCക്കും ഇടയിലുള്ള ഒരു ഭാഗത്തെ ആണ് പറയുന്നത് എന്തെന്ന് പറയുന്നത്? ഒരു സ്ട്രോക്ക് എന്ന് പറയുന്നത്. എന്ത്? ഒരു STROK സ്ട്രോക്ക്. അപ്പൊ ഇതും ചോദിക്കുന്നതാണ്. ഒരു സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിസ്റ്റന്റെ TDCക്കും BDCക്കും ഇടയിലുള്ള ഒരു മൂവ്മെന്റിനെയാണ് ഒരു സ്ട്രോക്ക് എന്ന് പറയുന്നത് അല്ലെ. 4 സ്ട്രോക്കിൽ ഒരു പവർ ഉൽപ്പാദിപ്പിക്കുന്ന എഞ്ചിനുകളാണ് 4 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത് അല്ലെ. TDC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് ഡെഡ് സെന്റർ എന്നും BDC എന്ന് വെച്ചിട്ട് ബോട്ടം ഡെഡ് സെന്റർ എന്നും പറയുക. പിന്നെ ഈ TDCക്കും ദാ ഇവിടെ വരുന്ന ഈ പാർട്ടിനും ഇടയിലാണ് കംപ്രഷൻ ചേമ്പർ. അത് പിന്നെ പഠിക്കാം കേട്ടോ, അത് ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. ഓക്കെ, ഇനി അങ്ങനെ വലിച്ചെടുത്ത വായുവിനെ ഇൻടേക്കിൽ വലിച്ചെടുത്തു എയറിനെ, പിന്നെ ആ എയറിനെ കംപ്രസ് ചെയ്തു അല്ലെ. അപ്പൊ അത് ഭയങ്കര മർദ്ദത്തിലിരിക്കുന്ന വായുവാണ്. ഈ ഭയങ്കര മർദ്ദത്തിലിരിക്കുന്ന വായുവിലേക്ക് എന്ത് ചെയ്തു? അറ്റോമൈസ് ചെയ്ത ഫ്യൂവൽ. ഇവിടെ എന്താണ്? ഡീസൽ എഞ്ചിനാണ്. അപ്പൊ അറ്റോമൈസ് ചെയ്ത ഫ്യൂവലിനെ ഇതിനകത്തേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? വലിയ രീതിയിൽ ആ ഡീസൽ കത്തും അല്ലെ, നല്ല രീതിയിൽ ഡീസൽ പെട്ടെന്ന് കത്തുമ്പോൾ ആ കത്തുന്ന ശക്തിയിലാണ് ഈ പിസ്റ്റൺ അല്ലെ, പിസ്റ്റൺ പുറകോട്ട് വീണ്ടും ചലിക്കും. അപ്പൊ പവർ സ്ട്രോക്ക് ഉൽപ്പാദിപ്പിക്കുന്ന PSCയുടെ ചോദ്യമാണേ, 4 സ്ട്രോക്ക് എഞ്ചിനിൽ പവർ സ്ട്രോക്ക് ഉൽപ്പാദിപ്പിക്കുന്നത് എത്രാമത്തെ സ്ട്രോക്കിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3ാമത്തെ സ്ട്രോക്കിലാണെന്ന് ഓർത്തിരിക്കുക. ആ 3ാമത്തെ സ്ട്രോക്കിന്റെ പേരാണ് പവർ സ്ട്രോക്ക് എന്ന് ഓർത്തിരിക്കുക കേട്ടോ, പവർ സ്ട്രോക്ക് എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത് ഈ റൊട്ടേഷൻ കണക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ പിന്നെയും പഠിക്കാം കേട്ടോ, പിന്നെ ഒന്ന് പഠിക്കാം, ഒന്ന് പറഞ്ഞു പോയെന്നുള്ളൂ. അപ്പൊ ഇത് പിസ്റ്റൺ താഴത്തോട്ട് വന്നു അല്ലെ, പവർ സ്ട്രോക്ക് ഉൽപ്പാദിപ്പിച്ചു. അപ്പൊ പവർ സ്ട്രോക്ക് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞപ്പോൾ വാഹനത്തിന് സഞ്ചരിക്കാനുള്ള പവർ ലഭിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ഫ്ലൈ വീലിലേക്കൊക്കെയാണ് ഇത് പോകുന്നത്. പിന്നീട് ഉള്ളിലേക്ക് പിന്നെ പഠിക്കാം കേട്ടോ. ഫ്ലൈ വീലിലേക്ക് പോയിട്ട് ഫ്ലൈ വീലിന്റെ കറക്കത്തെയൊക്കെ ക്രമീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ആ ഒരു പവർ മൂലം വീണ്ടും പിസ്റ്റൺ മുകളിലേക്ക് സഞ്ചരിക്കുന്നു അല്ലെ. ഈ കറങ്ങിയ ഒരു പവർ മൂലം പിസ്റ്റൺ വീണ്ടും മുകളിലേക്ക് സഞ്ചരിക്കുന്നു. അപ്പൊ ഇതിന്റെ സഹായിക്കാനായിട്ട് ഫ്ലൈ വീലിനെ ഒരു ഇതും ഒക്കെ ഉപകാരപ്പെടുന്നുണ്ട്. വീണ്ടും പിന്നെ പഠിക്കാം കേട്ടോ. അപ്പൊ പിസ്റ്റൺ മുകളിലേക്ക് പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ കത്തിയ എക്സോസ്റ്റ് ഗ്യാസ് പുറത്തേക്ക് പോകുന്നു അല്ലെ, കത്തിയ എക്സോസ്റ്റ് ഗ്യാസ് ഇതിലേക്ക് പുറത്തേക്ക് പോകുന്നു. ഇതാണ് ഒരു 4 സ്ട്രോക്ക് എഞ്ചിന്റെ ഒരു പ്രവർത്തനം എന്ന് ഓർത്തിരിക്കുക. ഇത് ഒരു സിലിണ്ടറിന്റെ 4 പ്രവർത്തനങ്ങളാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇതേപോലെ തന്നെ ബാക്കി 3 സിലിണ്ടറുകളും ഉണ്ടെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ 3, 4, 2 എന്നുള്ള ബാക്കി 3 സിലിണ്ടറും ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. ഇതിനും ഇതേപോലെ തന്നെ അല്ലെ, ഈ അറ്റ് എ ടൈം ഈ 4 പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കണമെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു സിലിണ്ടറിൽ നിന്നും നമുക്ക് പവർ സ്ട്രോക്ക് എപ്പോഴും വാഹനത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ ഇതിനെ ഡിസ്ട്രിബ്യൂട്ടർ ഉപയോഗിച്ച് എന്തുപയോഗിച്ചാണ്? ഡിസ്ട്രിബ്യൂട്ടർ ഉപയോഗിച്ചാണ് ഇതിനെ ജ്വലനം നടക്കുന്ന ഏത് സിലിണ്ടറിനെ എപ്പോൾ ഫ്യൂവൽ അല്ലെ, ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യണം, ഇഞ്ചക്ടർ ഉപയോഗിച്ചാണ് ഇഞ്ചക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടർ ആണ്. അതിന്റെ ആണ് ഫയറിംഗ് ഓർഡർ എന്ന് പറയുക കേട്ടോ. പെട്രോൾ എഞ്ചിനിലാണെങ്കിൽ സ്പാർക്ക് ആയിരിക്കും നൽകുക അല്ലെ. പെട്രോൾ എഞ്ചിൻ അതെപ്പോഴും ചോദിക്കുന്നതാണ്. പെട്രോൾ എഞ്ചിനിൽ യൂസ് ചെയ്യുന്ന ഏതാണ്? പെട്രോൾ എഞ്ചിനിൽ എന്താണ് ഉപയോഗിക്കുന്നത്? പെട്രോൾ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന സ്പാർക്ക് പ്ലഗ് പുതിയതായിട്ട് പഠിക്കുന്ന കുട്ടികളോടാണ് കേട്ടോ. നമ്മുടെ നേരത്തെ ക്ലാസ് എടുത്തവർക്ക് ഇത് അറിയാം എന്ന് എനിക്കറിയാം, വെള്ളം പോലെ. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് കേട്ടിരുന്നാൽ മതി, ഒന്ന് ഓർമ്മ പുതുക്കുക മാത്രം. ഓക്കെ, പെട്രോൾ എഞ്ചിനിൽ സ്പാർക്ക് പ്ലഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഡീസൽ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന ഏതാണ്? ഡീസൽ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ ഇഞ്ചക്ടർ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വർക്കിംഗ് എല്ലാം ഈ ഒരു ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞു പോകും. അത് പറഞ്ഞാലും നമുക്ക് തീരില്ല, അതുകൊണ്ട് ഇവിടെ വെച്ച് നമുക്ക് നിർത്താം കേട്ടോ. അപ്പോൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക അല്ലേ. ഒന്നോടെ ഈ ക്വസ്റ്റിന് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക്
ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരേണ്ട, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ 4 സിലിണ്ടറുള്ള ഡീസൽ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1342 ആണെന്ന് ഓർത്തിരിക്കുക. ഫയറിംഗ് ഓർഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് 4 സിലിണ്ടർ ആണെന്ന് ഉള്ളതെന്ന് ഓർത്തിരിക്കുക. അതിനകത്ത് ഏത് സിലിണ്ടറിനാണ് ആദ്യം ഫയറിംഗ് നൽകേണ്ടതിന്റെ ക്രമമാണെന്ന് ഓർത്തിരിക്കുക. അതിന്റെ ക്രമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം 1ാമത്തെ സിലിണ്ടറിന് ഫയറിംഗ് നൽകുക, പിന്നീട് 3ാമത്തെ, പിന്നീട് 4ാമത്തെ, പിന്നീട് 2ാമത്തെ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അതിന് ഓരോ സിലിണ്ടറിന് ഈ പറയുന്ന ഓരോ സിലിണ്ടറിന് 4 സ്ട്രോക്കുകൾ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. അതിന്റെ 4 രീതികളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓർത്തിരിക്കുക. 4 സ്ട്രോക്ക് അല്ലേ, ഇൻടേക്ക്, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്. അതുപോലെ തന്നെ ഈ പറയുന്ന ബാക്കി 3 സിലിണ്ടറിനും ഈ 4 പ്രവർത്തനങ്ങൾ അറ്റ് എ ടൈം നടക്കുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ ഒരേ സമയം നമുക്ക് ഏതെങ്കിലും ഒരു സിലിണ്ടറിൽ നിന്നും പവർ സ്ട്രോക്ക് വാഹനത്തിന് ലഭിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് വാഹനം ചലിക്കുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഫസ്റ്റ് സ്ട്രോക്ക് ഇൻടേക്ക് സ്ട്രോക്ക് ആണെന്ന് ഇരിക്കുക, സെക്കൻഡ് കംപ്രഷൻ ആണെന്ന് ഇരിക്കുക, തേർഡ് പവർ ആണെന്ന് ഇരിക്കുക. പവർ സ്ട്രോക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3ാമത്തെ സ്ട്രോക്കിലാണ് പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഓർത്തിരിക്കുക. 4ാമത്തെ സ്ട്രോക്കിലാണ് എക്സോസ്റ്റ് സ്ട്രോക്ക്, ആ കത്തിയ വായു കാര്യങ്ങളെല്ലാം പുറത്തേക്ക് പോകുന്ന ഓർത്തിരിക്കുക. ഇനി ഇൻടേക്ക് വാൽവാണ് എക്സോസ്റ്റ് വാൽവിനേക്കാൾ വലുത് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി ഇവിടെ 4 സിലിണ്ടറുള്ള ഡീസൽ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ ആണ് ചോദിച്ചത്. അതുപോലെ തന്നെ ഇത് 3 സിലിണ്ടർ എന്നും ചോദിക്കാറുണ്ട്. അതിന്റെ ഫയറിംഗ് ഓർഡർ ഒന്ന് പഠിച്ചു വെച്ചോണേ. 1 3 2 കേട്ടോ. ആദ്യം 1ാമത്തെ, പിന്നെ 3ാമത്തെ, പിന്നെ 2ാമത്തെ, അങ്ങനെയാണ് ഫയറിംഗ് കൊടുക്കുക. ഇതിങ്ങനെ അല്ലാത്തതും ഉണ്ട് കേട്ടോ. നമ്മൾ പറയുന്നത് കോമൺ ആയിട്ടുള്ള PSCക്ക് ചോദിക്കുമ്പോൾ ഉത്തരം എടുക്കുന്ന ഫയറിംഗ് ഓർഡർ ആണ്. വേറെ അതിനെ വാഹനങ്ങൾക്ക് വേറെ ഫയറിംഗ് ഓർഡർ ഉള്ളതും ഉണ്ട്. കോമൺ ആയിട്ടുള്ള ഫയറിംഗ് ഓർഡർ ആണ് PSCയുടെ ഉത്തരപ്രകാരമുള്ള ഫയറിംഗ് ഓർഡർ ഇങ്ങനെയാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഇതുപോലെ തന്നെ ഇത് 6 സിലിണ്ടർ ഉള്ള അല്ലെ, ബസ്സിനൊക്കെ 6 സിലിണ്ടർ എഞ്ചിനാണല്ലേ. അപ്പോൾ 6 സിലിണ്ടർ